യൂട്യൂബേഴ്സിനെ കൊണ്ട് ഗൈസ്, ഇത് നമ്മളെ തിയാമുത്തിൽ ആദ്യമായിട്ടൊരു ലോകാത്ഭുതം സംഭവിച്ചിരിക്കുകയാണ്. ഇവിടെ ഞങ്ങളുടെ തിയാമുത്തൂര് കിട്ടി. ആരും ഇവര് പറയുന്നത് ആരും ശ്രദ്ധിക്കരുത്. ഞാൻ എന്റെ ചാനല് എന്റെ ഫാം. ഓക്കെ, ഫാം ഇൻസൈഡ് ഹോട്ട് എയർ ബലൂൺ. ഫയർ ട്രക്ക് ഫ്രീ ആയിട്ട് കാണിച്ചു തുടങ്ങാൻ പോവാം. ഞാൻ ഫയർ ട്രക്ക് കാണിച്ചു തരാം. ഈ ഇവന്റിനെ പറയുന്നത് ബലൂൺസ് ഓവർ വൈക്കാട്ടോ എന്നാണ്. അതായത് 1988 മുതൽ ഇതൊരു കസ്റ്റമായിട്ട് കണ്ടിന്യൂ ചെയ്ത് പോണതാണ്. ഇവിടുത്തെ ബലൂൺ എന്തൂസിയാസ്റ്റും പിന്നെ ഇവിടുത്തെ ബലൂൺ ഇഷ്ടമുള്ളവർ, പിന്നെ ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ പോലെ അല്ലെങ്കിൽ ഒരു വിനോദം പോലെ, ഒരു ലിഷർ ടൈം പോലെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. അതായത് ഇവരെല്ലാ ഇയറിലും ഇങ്ങനെ, ഞങ്ങളുടെ ടിയാമുത്തു എന്ന് പറഞ്ഞ ഏരിയയാണ്, നമ്മുടെ ഒരു ചെറിയ ഏരിയ പോലത്തെ നാട്ടിലൊക്കെ പറയുന്നത്, ചെറിയ സ്ഥലത്തിനെ പറയുന്നത്, ഞങ്ങളുടെ സ്ഥലത്തിൻ്റെ പേരാണ് ടിയാമുത്തു. അപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് വലിയ ഗ്രൗണ്ടും ഇതൊക്കെ അവൈലബിൾ ആയതുകൊണ്ട് ഇവർ ടിയാമുത്തൂർ വന്നിട്ട് ഈ ഷോ നടത്തുന്നു. ഈ ഷോ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. നമുക്ക് വേണമെങ്കിൽ ഡൊണേഷൻ പോലെ ഇവിടുത്തെ $1 എന്ന് പറയും, അത് കൊടുക്കാം, അത്രയേ ഉള്ളൂ, അല്ലാതെ അവർ കമ്പൽസറി അല്ല. പിന്നെ ഇവിടെ ഇതേപോലെ കുട്ടികൾക്കുള്ള എൻ്റർടൈൻമെൻറ്റ്, ഫുഡ് സ്റ്റാള്, പിന്നെ ഇതിൽ ബലൂണിൽ കയറാനായിട്ട് നമ്മൾ ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ പേയ്മെൻറ്റ് ഉണ്ട്, പക്ഷെ അത് വേറെ കൊടുക്കണം. പക്ഷെ ഇവിടെ അതിനുള്ള ഫെസിലിറ്റി ഇല്ല, വെതർ ശരിയല്ലാത്തത്. പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ട് ഷർട്ടിൽ സ്റ്റിക്ക് ചെയ്തോ. ഹാപ്പി നോട്ടടി വല്ലതും പറ്റിയിരിക്കണേ. സ്മോക്ക് അലാം സേവ്സ്. ഞങ്ങൾ മറ്റേ ഫയർ ട്രക്കിൻ്റെ ഫ്രണ്ടിലാണ്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫയർ ട്രക്ക്, ആംബുലൻസ് ഇതൊക്കെ ഒരു എഡ്യൂക്കേഷൻ്റെ ഭാഗമാണ്. അപ്പോൾ കുട്ടികൾക്ക് കൂടുതൽ അറിയാനും പഠിക്കാനൊക്കെ വേണ്ടിയിട്ട് ഒരു ഫയർ ട്രക്ക്, ആംബുലൻസ് ഇതൊക്കെ നമ്മുടെ ഇവൻസിലുണ്ടെങ്കിൽ അവർ എക്സ്പ്ലോർ ചെയ്യാനുള്ളൊരു ചാൻസ് കൊടുക്കും. അപ്പോൾ കുട്ടികൾക്ക് പഠിക്കുകയും ചെയ്യാം, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ യൂസ് ചെയ്യുകയും ചെയ്യാം. അങ്ങനെയാണ് അല്ലേ കുർണീസ? നിനക്കും എല്ലാം അറിയോ ഫയർ ട്രക്ക് എന്നിട്ട്? സ്കൂളിൽ വന്നിട്ടില്ലേ? ഇവർക്ക് ഇവിടെ ഇങ്ങനെ സ്കൂളിൽ പോലീസ് വരും, ആംബുലൻസ് വരും, ഫയർ ട്രക്ക് വരും. അത് എന്തെങ്കിലും എമർജൻസി ഉണ്ടായിട്ടല്ല, പക്ഷെ എന്തെങ്കിലും എമർജൻസി ഉണ്ടാവണമെങ്കിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ല ഉണ്ണീസ്? പിന്നെ എന്നിട്ട് അവർ പറഞ്ഞേ സ്കൂളിൽ വന്നിട്ട് ഏതാ നമ്പർ എന്നറിയോ ഫയർ ട്രക്കിന്റെ? ഏതാ 111. ഓക്കെ, ഗുഡ്. അതിനുള്ളിൽ കയറി ഫണ്ടി നോക്കിക്കോ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുട്ടികൾക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ളൊരു ചാൻസാണ്. അതായത് നമ്മുടെ മെഡിക്കൽ ടീംസൊക്കെ വന്നിട്ട് അത് നമ്മുടെ CPR പോലെ അത്ര വലിയ ഇലാബറേറ്റ് ആയിട്ടൊന്നുമല്ല, അവർക്ക് ജസ്റ്റ് ഒരു ബിഗിനിങ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞ പോലെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ ഏത് കുട്ടികൾക്ക് വേണമെങ്കിലും ഹാൻഡ്സ് ഓൺ ചെയ്യാം, പിന്നെ അവർക്ക് ഫിയർ ഉണ്ടാവില്ല. ഇവിടുത്തെ കുട്ടികൾക്ക് ഞാൻ പൊതുവായിട്ട് കണ്ടേക്കുന്നത് നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് കഴിവുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷെ അത് യൂസ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഇല്ല. പിന്നെ അവർക്ക് കുറച്ചുകൂടി ഷൈ ആയിരിക്കും, റിസർവ്ഡ് ആയിരിക്കും. ഇവിടുത്തെ കുട്ടികൾ അങ്ങനെയല്ല. ഇവിടെ ഇപ്പൊ നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും ഇത് ഫുള്ള് തിയാമുത്തൂരിലെ ആൾക്കാരാണ്. അല്ല ഗൈസ്, അല്ല. ഇത് ഫുള്ള് ഞങ്ങളുടെ തിയാമുത്തൂർ ഫ്രീ സർവീസ് ആയതുകൊണ്ട് കേംബ്രിഡ്ജിൽ നിന്നും ഹാമിൽട്ടണിൽ നിന്നും ഫ്രീ ബസ് എടുത്തു
നമുക്കിവിടെ ശരിക്കും പറക്കണ ബലൂണിൻ്റെ ഉള്ളിൽ കയറാനായിട്ട് നമുക്ക് നല്ല ഫീ വരും. അത് പിന്നെ ടിക്കറ്റ് നമ്മൾ നേരത്തെ ബുക്ക് ചെയ്യണം. ടിക്കറ്റ് ഭയങ്കര സ്ലോട്ട് കുറവാണ്. അപ്പം ടിക്കറ്റ് സത്യം പറഞ്ഞാൽ കിട്ടാനില്ല. നമ്മുടെ ഇവിടെ തിയാമൂട്ടൂരിൽ ടിക്കറ്റ് കൊടുക്കുന്നില്ല. പക്ഷെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കുട്ടികൾക്ക് കയറിയിട്ട് ആ ബക്കറ്റിലൊന്ന് കയറി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാനുള്ളൊരു ചാൻസ് കൂടി കൊടുക്കുന്നുണ്ട്. അവർ ജസ്റ്റ് അതിൻ്റെ ഉള്ളിൽ കയറ്റിയിട്ട് അപ്പം അങ്ങനെ ഇവിടെ ചേട്ടൻ്റെ മോളും ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ മോളും കയറിയിട്ട് അവരത് എക്സ്പീരിയൻസ് ചെയ്തു. ഞങ്ങളിവിടെ ഫുഡ് മുക്കിയമ്പിക്കലെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഫുഡാണ് കഴിഞ്ഞു പോയി. തന്നെ തിന്നുന്ന ഫുഡ് ബ്ലോഗർ. അയ്യോ ഫുഡ് തീർന്നുപോയി. അതല്ല ഇങ്ങോട്ട് നോക്ക്. തന്നെ തിന്നോ കുർണീസിനെ പോലെയാണോ ആന്റിക്ക് കൊടുക്ക. കൊടക്കടി ആ മുട്ടതല്ലോ കൊച്ച് ഇപ്പൊ കരച്ചിലേക്കാം. എനിക്കിതാടിയെന്ന് വെച്ചാൽ ഞാനിവിടെ വെറുതെ വായി പൊളിച്ചിരിക്കണേ. എനിക്കിതാ എനിക്ക് ഇഷ്ടമായില്ല. നിങ്ങൾ ബലൂണുകളൊക്കെ ചുരുക്കി തുടങ്ങി. എന്താണെന്ന് വെച്ചാൽ ഇവിടെ വെതർ നോക്കിയിട്ടാണ് ഇവർക്ക് ബലൂൺ പറത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഇവർ പറയുന്നത് വിൻഡ് ഉണ്ടെങ്കിൽ ബലൂൺ പൊക്കാൻ പറ്റില്ല, ഭയങ്കര പാടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അവർ ബലൂണൊക്കെ ചുരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓൾമോസ്റ്റ് എല്ലാ ബലൂണും സെറ്റായി. ഗായ്സ് ഇത്രയും ആൾക്കാർ ചേർന്നിട്ടാണ് ഗായ്സ് നമ്മളത് കാണുമ്പോൾ ഭയങ്കര സിമ്പിളായിരിക്കും. പക്ഷെ ഇത്രയും ആൾക്കാർ ചേർന്നിട്ടാണ് അത് നടക്കണേ. കണ്ടില്ല ഇത്ര ആൾക്കാർ ചേർന്നിട്ടാണ് ഇത് ഇത്രയും മടക്കി സെറ്റാക്കണത്. പിന്നെ അവിടെ അകലെ ഫയർ ട്രക്ക് കാണാം. ഓക്കെ ഗൈസ്, സൈനിങ് ഔട്ട്.